5, 6, 7 ഏത് ക്ലാസ്സിലെയും സ്റ്റുഡൻ്റ് ആവട്ടെ, നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ ആവറേജ് മാർക്ക് ആണെങ്കിൽ, ആ ഒരു ആവറേജ് മാർക്കിൽ നിങ്ങൾ സ്റ്റക്ക് ആണെങ്കിൽ നിങ്ങൾക്കുള്ള ബെസ്റ്റ് വീഡിയോ ആണ് ഇവിടെ ഞാൻ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിനും ഈസി ആയിട്ട് തന്നെ എന്താവാൻ പറ്റും, ടോപ്പർ ആയിട്ട് മാറാൻ പറ്റും. ബിക്കോസ് നിങ്ങൾ ഈ ഒരു ഗ്രേഡിൽ എത്തിയിട്ടുള്ളൂ. ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് ദൂരം അല്ല, വളരെ ഈസി ആയിട്ട് തന്നെ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിൽ നിന്ന് ഈസി ആയിട്ട് ടോപ്പർ ആവാൻ പറ്റും. അപ്പം ആവറേജ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് പെട്ടെന്ന് ടോപ്പർ ആവുക എന്നുള്ളത് പോസിബിൾ അല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ വെരി ബിഗ് മിസ്റ്റേക്ക് മക്കളെ. നിങ്ങൾക്കുള്ള ടൈം ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും ഇതേപോലെയുള്ള ഒരു ടോപ്പർ ആവണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതാ ഇത്ര മാത്രമാണ്. മിസ് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് തിങ് ഈസ് ഫോക്കസ് ഓൺ കോൺസെപ്റ്റ്, നോട്ട് ജസ്റ്റ് മെമ്മറൈസിങ്. ബൈ ഹാർട്ട് എന്നുള്ള ഒരു ചിന്താഗതി നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് എപ്പോഴോ എടുത്ത് കളയേണ്ട സമയമായിട്ടുണ്ട്. ഇനിയും നിങ്ങൾ വൈകിയിരിക്കുകയാണെങ്കിൽ ഇനി ബൈ ഹാർട്ടിന് പോകരുത്. കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാലേ എത്ര കാലം വരെയും നമുക്ക് അത് ഓർത്തെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് യൂസ് ഷോർട്ട് നോട്ട്സ് ആൻഡ് ഡയഗ്രാംസ്. അല്ലെ, ചില കാര്യങ്ങൾ സോഷ്യലിലാവട്ടെ, ബേസിക് സയൻസിലാവട്ടെ, അല്ലെങ്കിൽ മാത്സിലാവട്ടെ, ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾ തന്നെ ആ ഒരു പ്രാക്ടീസ് സൃഷ്ടിക്കുക. കാരണം വലിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ നമ്മൾ ഒന്നുകൂടെ മെച്ചപ്പെടുത്തേണ്ടി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെയൊക്കെ ഇതേ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ഒരു പ്രാക്ടീസ് നിങ്ങൾ ഈ ഒരു ചെറിയ ക്ലാസ്സിൽ തന്നെ തുടങ്ങുക. നെക്സ്റ്റ് ഇസ് പ്രാക്ടീസ് പാസ്റ്റ് ഇയർ പേപ്പേഴ്സ്. അല്ലെ, അപ്പോൾ ഈ ഒരു പാസ്റ്റ് ഇയർ പേപ്പേഴ്സ് പറയുമ്പോൾ മിസ്സിന് തന്നെ വിഷമമുണ്ട്. കാരണം നമ്മൾ സിലബസ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പാസ്റ്റ് ഇയർ പേപ്പേഴ്സ് ഒന്നും നമുക്ക് അവൈലബിൾ അല്ല. അല്ലെ, പക്ഷേ ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് സമഗ്ര പോലെയുള്ള സൈറ്റിലൊക്കെ അവൈലബിൾ ആണ്. സമഗ്ര പോർട്ടലിലൊക്കെ നോക്കിയാൽ ഫ്രീ ആയിട്ട് മോഡൽ ക്വസ്റ്റ്യൻസും ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം. ചാപ്റ്റർ മാത്രം എന്താണ് അരക്കി കുടിച്ച് പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ, ബെസ്റ്റ് സ്കോറർ ആയിട്ട് മാറാൻ പറ്റുള്ളൂ, ടോപ്പർ ആയിട്ട് മാറാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എത്രത്തോളമാണോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത് അത്രത്തോളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നമുക്കറിയാലോ, ഇനി നമ്മൾ നല്ല രീതിയിൽ പഠിച്ചിട്ടില്ലെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ ആരായി പോകും, ഫെയിൽ ആയി പോകും. അല്ലെ, ഫെയിൽ ആവുന്ന എല്ലാ സ്റ്റെപ്സും നമ്മൾ ഗവൺമെന്റ് എടുത്തിട്ടുണ്ട്. സോ അതിനുള്ള ഒരു വകയും ഒരുക്കരുത്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആവറേജ് സ്റ്റുഡൻ്റ് ആവട്ടെ, ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആവട്ടെ, ടോപ്പറിലേക്ക് എത്താന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ടൈം മാനേജ്മെന്റ്. അല്ലെ, എല്ലാത്തിനും നമ്മൾ സമയം കണ്ടെത്തണം. നമുക്ക് ഒരുപാട് സബ്ജക്റ്റ് ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തിട്ട് ഓരോ ദിവസം എന്ത് പഠിക്കണം, ഏത് പോർഷൻ പഠിക്കണം എന്നുള്ളത് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ടൈം ടേബിൾ ഒക്കെ പ്രിപ്പയർ ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാംസിനൊക്കെ ടൈം മാനേജ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നേരത്തെ പോയിന്റ് ഞാൻ പറഞ്ഞത്, എന്ത് ചെയ്യുക, മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്താൽ ടൈം മാനേജ്മെന്റ് കൂടെ നിങ്ങൾക്ക് ഈസി ആവുന്നതാണ്. നെക്സ്റ്റ് ഡൗട്ട്സ്. എന്ത് ഡൗട്ട് നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിൽ തോന്നുവാണെങ്കിലും ചോദിക്കാൻ മടക്കരുത്. അത് നിങ്ങൾ ഒരിക്കലും മടിക്കേണ്ട ഒരു കാര്യമില്ല. ബിക്കോസ് നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ളവരാണ്. അതുകൊണ്ട് അവരോട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് തോന്നുകയാണെങ്കിലും അപ്പം തന്നെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് പോവുക. പിന്നീട് നമ്മൾ അത് ആലോചിച്ചിട്ട് നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരും. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യുക, സ്മാർട്ട് വർക്ക്. ഓക്കെ, എല്ലാ ദിവസവും മിസ്സേ ഒരു 5-6 മണിക്കൂർ ഞാൻ പഠിച്ചു എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. ഉള്ള നേരം അടിപൊളിയായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്കത് എക്സാം ബേസ് ആയിട്ട് എക്സാമിനേക്ക് ഹെൽപ്ഫുൾ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഏറ്റവും സ്മാർട്ടായിട്ട് പഠിക്കാൻ ഡയഗ്രാംസ്, ടിപ്പ്, ട്രിക്ക്, കഥകൾ, പാട്ടുകൾ, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളെ സ്റ്റഡീസ് അടിപൊളിയാക്കാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് സ്റ്റേ കൺസിസ്റ്റന്റ് ആൻഡ് പോസിറ്റീവ്. പോസിറ്റീവായിട്ട് ഇരിക്കുക. എനിക്ക് പറ്റും, എനിക്കും ഇങ്ങനെ ഒരു ടോപ്പർ ആവാൻ പറ്റും എന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ വരണം. അല്ലാതെ വേറൊരാൾ പറഞ്ഞു തന്നിട്ടല്ല വരേണ്ടത്. നിങ്ങൾ തന്നെ പോസിറ്റീവായിട്ട് ഇരിക്കുക. എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആവുക. ഒരു ദിവസം പഠിച്ച് നാളെ ഒരു ബ്രേക്ക് ആവാം. ഈ ജിമ്മിനൊക്കെ പോയിട്ട് ചീറ്റ് ഡേ എടുക്കുന്നില്ലേ, അതുപോലെ ഒരു തോട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. നമ്മൾ കൺസിസ്റ്റന്റ് ആയാൽ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്താലേ ഒബ്വിയസ്ലി നമുക്കും ടോപ്പർ ആവാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ആവറേജ് സ്റ്റുഡൻറ്റിനും ഈസി ആയിട്ട് ടോപ്പർ ആവാനുള്ള കുറച്ച് ട്രിക്സ് ആണ് മിസ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇനി എഡ്യൂപോണിന്റെ കൂടെ ഇതൊക്കെ ഈസി ആക്കി തരണമെങ്കിൽ ഇത് കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ടാവും, രജിസ്ട്രേഷൻ ലിങ്ക്. ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്യുക. ഇപ്പം നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഓഫറോട് കൂടി തന്നെ എല്ലാ ക്ലാസ്സസും, ലൈവ് സെഷൻസും, ഡൗട്ട് ക്ലിയറൻസും, മെന്റർഷിപ്പും, റെക്കോർഡഡ് ക്ലാസ്സും എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ കുറച്ചുകൂടെ പ്രൈസ് പേ ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ഔട്ട് ചെയ്യാതെ പെട്ടെന്ന് തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ എൻഷുർ ചെയ്യുക. ഓക്കെ, ഇതേപോലെയുള്ള ടിപ്സും നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ് നിങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയിക്കുക. അപ്പോൾ ബൈ ഫ്രം ഐഷ മിസ്.